ഹലോ ഗൈസ്, പത്രമാൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ആദർശ് നയനെ എന്ത് ചെയ്യുന്ന ഈ മേക്കപ്പ് എടുക്കുന്നിടത്ത് വന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫേഷ്യൽ ചെയ്ത് എല്ലാവരും ഇരിക്കുകയാണ്. അപ്പോൾ ദേവേനി ഇരിക്കും, നീ എന്തിനാ ഇവിടെ വന്നേ എന്ന് ചോദിക്കുമ്പോഴേക്കും ആദർശ് പറയുകയാണ്, അല്ല ഞാൻ നയനോട് കുറച്ച് പൊടിയൊക്കെ എവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കാൻ വേണ്ടി വന്ന അമ്മയെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും ദേവേനി പറയുന്നുണ്ട്, ചോദിച്ചിട്ട് പോകാൻ നോക്കുക പെട്ടെന്ന്, ഇവിടെ കിടന്ന് കൂടുതൽ കറങ്ങണ്ടെന്ന് പറയുകയാണ്. ആ സമയത്ത് ആദർശിൻ്റെ നയനെ അതൊന്ന് മനസ്സിലാവാൻ നവ്യെ ചെന്ന് തോണ്ടാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോഴേക്കും നയനെ ഇവിടുന്ന് കൈയാട്ടി വിളിക്കുന്നുണ്ട്, എൻ്റെ പൊന്നി ഇത് എവിടെ പോയാൽ വിളിക്കാൻ പോകണേന്നും പറഞ്ഞ് കൈയാട്ടി വിളിക്കുമ്പോഴേക്കും ആദർശ് പറയുകയാണ്, പൊന്നു മോളെ നയനെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, എനിക്ക് കുക്ക് ചെയ്യാൻ അറിയാൻ പാടില്ല, നീ എനിക്ക് ഒന്ന് റെസിപ്പി പറഞ്ഞു തന്നാൽ മതി, നീ ഇവിടുന്ന് പയ്യെ സംസാരിച്ചാലും ആരും കേൾക്കത്തില്ലോ, അങ്ങ് ഇടയ്ക്ക് മാറി എനിക്കൊന്ന് പറഞ്ഞതാ എങ്ങനെയാണ് കുക്ക് ചെയ്യേണ്ടതെന്ന്, ഞാൻ ഹെഡ്ഫോൺ വെച്ച് എല്ലാം കേട്ട് അതുപോലെ ചെയ്തോളാം എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും നയന പറയാം, എന്താ വിളിച്ചേ മോളെന്നോ, ഇത് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുവാണെങ്കിൽ നോക്കാം എന്ന് പറയുകയാണ്. ആ സമയത്ത് ദേവയാനി കണ്ണു പറഞ്ഞിട്ട് പറയാം, നിനക്ക് ഇതുവരെ സാധനം കിട്ടിയില്ലേ എവിടെയാണെന്ന് ചോദിച്ചിട്ട് പോകാൻ നോക്ക് എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശി അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് പറയാം, പാചകം അറിയത്തില്ലെങ്കിലേ അത് സമ്മതിച്ച് അവിടെ ഇരിക്കാൻ നോക്ക്, അത് എവിടെ കിടന്ന് ചുറ്റിക്കറങ്ങും അല്ല വേണ്ടതെന്ന് പറയുകയാണ്. അപ്പോഴേക്കും ആദർശ് പറയാണ്, പാചകം അറിയില്ല എന്നൊന്നും പറഞ്ഞല്ലോ, പൊടി എവിടെയാണെന്ന് അറിയാൻ പാടില്ല, അത് ചോദിക്കാൻ വേണ്ടി വന്നു, അത് ചോദിച്ചു, ഞാനിപ്പോൾ പൊക്കോളാം എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ നയന പറയാണ്, ടെൻഷൻ അടിക്കേണ്ട, പൊക്കോ ഞാൻ പറഞ്ഞു തരാമെന്ന് പറയുകയാണ്. അത് കഴിഞ്ഞ് മുത്തശ്ശൻ അടുക്കളയിൽ എന്തോ സവോള ചൂടാക്കുവാണ്. എന്നിട്ട് പറയും, ഈ നിറം വരണടാ എന്ന് പറയുമ്പോഴേക്കും അബി അവിടെ നിന്ന് പറയുന്നുണ്ട്, എൻ്റെ പൊന്നു മുത്തശ്ശ അത് കരിഞ്ഞ മണം വരുന്നുണ്ട്, എടുത്ത് മാറ്റുമെന്ന് പറയുവാണ്. ആ സമയത്ത് അവിടെ ജയനും അജയനൊക്കെ പറയുന്നുണ്ട്, ആദർശ് എന്തി ഇവൻ പച്ചക്കറി അരിഞ്ഞ് വെച്ചിട്ട് നമ്മൾ കുറേ നേരം ആയല്ലോ എന്ന് പറയുമ്പോഴേക്കും ആദർശ് ഇങ്ങനെ ഫോണിൽ കൂടെ ആപ്പിളും മാങ്കോയും അല്ലേ. അപ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കും, എന്താ നീ പറഞ്ഞേ, അല്ല നമുക്ക് അവർക്ക് ആദ്യം ഒരു സ്റ്റാർട്ടറായിട്ടൊരു ജ്യൂസ് ഉണ്ടാക്കാം, ഒരു ആപ്പിൾ മാങ്കോ ജ്യൂസ് എന്ന് പറഞ്ഞ് ഒരു ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇവനിതൊക്കെ അറിയാമെന്നാണ് തോന്നുന്നത്, എന്താണ്ടൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് പറയുകയാണ്, ഒന്നും പേടിക്കണ്ട, ഞാനിപ്പോൾ എല്ലാം സെറ്റാക്കാം എന്നൊക്കെ പറയുവാണ്. ആ സമയത്ത് അവിടെ മേക്കപ്പൊക്കെ തകൃതിയായിട്ട് നടക്കുവാണ് കേട്ടോ. അപ്പോഴേക്കും ആദർശ് ജ്യൂസും കൊണ്ട് വരുവാണ്. ജ്യൂസ് കുടിച്ച് കഴിയുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, നയനമോൾ ഉണ്ടാക്കുന്ന ജ്യൂസിൻ്റെ അതേ ടേസ്റ്റ് ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും നയന അവിടെ ഇരുന്ന് പറയുവാണ്, ഉണ്ടാവാതിരിക്കുന്ന എങ്ങനെയാണ്, വാഗോണ്ട് ഞാൻ തന്നെയല്ലേ ഉണ്ടാക്കിയത് എന്നിങ്ങനെ ആദർശിക്കൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കളിയാക്കി പറയുവാണ് കേട്ടോ. അപ്പോഴേക്കും ആദർശ് പറയുവാണ്, പൊന്നുമോളെ നയനെ നാറ്റിക്കരുത് എന്ന് പറയുമ്പോഴേക്കും നയനയുടെ കയ്യിൽ മൈലാഞ്ചി ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് നയന പറയുവാണ്, ഇതൊന്ന് വായിലോട്ട് വെച്ച് ഒരു ആദർശേട്ടാന്ന് പറയുമ്പോൾ അങ്ങനെ കൊടുക്കുവാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ജലജ ദേവയാനി തട്ടിയിട്ട് പറയും, നോക്ക് കാണിക്കാൻ നോക്ക് എന്ന് പറയുമ്പോഴേക്കും ദേവയാനിക്ക് അതെന്താ അവൾക്ക് ജ്യൂസ് കുടിക്കാൻ പാടില്ല തന്നെ എന്ന് ചോദിക്കുമ്പോഴേക്കും ആദർശ് പറയണം, അവളുടെ കയ്യിൽ മൈലാഞ്ചി ഇല്ലമ്മേ, അതാ ഞാൻ കൊടുത്തതെന്ന് പറയുവാണ് കേട്ടോ. ആ സമയത്ത് ആദർശിനോട് നയന പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി, പറഞ്ഞ പോലെ ആ പച്ചക്കറിയൊക്കെ വേവിച്ച് വെക്കുക, അത് കഴിയുമ്പോൾ ഞാൻ ബാക്കി പറഞ്ഞു തരാം, ടെൻഷനൊന്നും ആവണ്ടെന്ന് പറയുവാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, ഇടയ്ക്കൊക്കെ മോളേന്നൊക്കെ ആത്മാർത്ഥമായിട്ട് വിളിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ കാര്യമായിട്ട് പറഞ്ഞു തരാമെന്നൊക്കെ പറയുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആദർശ് വീണ്ടും അടുക്കളയിലോട്ട് ചെല്ലുവാണ് കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, നിനക്കിതൊക്കെ അറിയാമായിരുന്നോടാ ആദർശേ, ഒരുമാതിരി നന്നായിട്ട് ഇവനെല്ലാം ചെയ്യുന്നുണ്ടല്ലേ എന്ന് പറയുമ്പോൾ ആദർശയോട് പറയുന്നുണ്ട്, ഇതൊക്കെ എനിക്ക് വലിയ വിഷയമുള്ള കാര്യമൊന്നും അല്ല എന്ന് പറയുന്നുണ്ട്, ഇതൊക്കെ സിമ്പിളല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശൻ പറയാം, അടുക്കളയിൽ പെണ്ണുങ്ങൾ എന്തോരം കഷ്ടപ്പെടുന്നുണ്ടെന്നും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് അടുക്കളയിൽ കയറാൻ പറഞ്ഞത്. ഇനി എന്തായാലും നമുക്കൊരു ഷെഡ്യൂൾ തന്നെ ഉണ്ടാക്കാം, ഇവനൊരു ദിവസം അടുക്കളയിൽ കയറട്ടെ, ഒരു ദിവസം നമുക്ക് അവരെ സഹായിക്കാമല്ലോ എന്ന് പറയുമ്പോഴേക്കും ആദർശ് പെട്ടെന്ന് പറയുവാണ്, നിങ്ങളെല്ലാം സഹകരിക്കുവാണെങ്കിൽ ഞാൻ ചെയ്യാം എന്നുള്ള രീതിയിൽ പറയുവാണ് കേട്ടോ. എന്നിട്ട് നയന പറയുന്ന പോലെ ആദർശ് അടുക്കളയിൽ ഓരോ കാര്യങ്ങളും ചെയ്യുവാണ്. മുത്തശ്ശൻ പറയുന്നുണ്ട്, ഒരു തീയലിൻ്റെയൊക്കെ മണം വരുന്നുണ്ടല്ലോ, എന്തായാലും കൊള്ളാം എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് കേട്ടോ. ആദർശ് ഇതൊക്കെ കേട്ടങ്ങ് പൊങ്ങിപ്പോവാണ്. ആ സമയത്ത് നമ്മുടെ അനി പറയുന്നുണ്ട്, ഏടത്തി വന്ന് അടുക്കളയിൽ കയറാൻ തുടങ്ങിയോണ്ടല്ലേ ഏട്ടൻ ഇതൊക്കെ പഠിച്ചത്, എന്തായാലും ഏടത്തിക്ക് എല്ലാ ക്രെഡിറ്റ് എന്നുള്ള രീതിയിൽ പറയുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പെണ്ണുങ്ങളെല്ലാം ഒരുങ്ങി വരുവാണ് കേട്ടോ. എല്ലാവരും കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചാണ് വരുന്നത്. അനാമിക നമ്മുടെ മുത്തശ്ശിക്ക് ഒരു ഗ്ലാസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിയുമ്പോഴേക്കും ദേവയാനി എല്ലാവരും കൂടെ താഴെ വന്ന് നിൽക്കുമ്പോൾ പറയാണ്, നമുക്കൊരു ഫോട്ടോ എടുക്കാമെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ അനാമികയാണ് പറയുന്നുണ്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്, മോളിവിടെ മോളിവിടെയല്ലേ നിൽക്കണ്ടേ, ഇവള് പോയി എടുക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ നയനയോട് കയ്യിലോട്ട് ഫോൺ കൊടുത്തിട്ട് പറയാം, നീ പോയി എടുക്കടി എന്ന് പറയുവാണ്. ആ സമയത്ത് നമ്മുടെ നയന അങ്ങ് മാറി നിന്നിട്ട് ചിന്തിക്കുവാണ്, എന്നാണോ എനിക്ക് അമ്മായിയമ്മയുടെ അടുത്ത് നിൽക്കാനുള്ള യോഗ്യത ഉണ്ടാകുന്നത് എന്ന് ഓർത്തിങ്ങനെ വിഷമിക്കുവാണ്. പക്ഷെ ചിന്തിക്കുന്നുണ്ട്, എന്നാലും ആദർശേട്ടൻ എന്നെ മനസ്സിലാക്കി തുടങ്ങിയല്ലോ, അതിൻ്റെ സന്തോഷം എനിക്കുണ്ടെന്ന്. അത് കഴിഞ്ഞ് കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ആദർശ് ഇങ്ങനെ വരെ വന്ന് നോക്കി നിൽക്കുന്ന കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.